നമസ്കാരം. 10-ാം ഇടത്തിലേക്ക് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സ്നേഹം നിറഞ്ഞ സ്വാഗതം. സെപ്റ്റംബർ മാസം 21 മുതൽ സെപ്റ്റംബർ മാസം 27 വരെയുള്ള ഒരാഴ്ചക്കാലം 27 നക്ഷത്രങ്ങളും അടങ്ങുന്ന 12 കൂറുകാർക്കും എങ്ങനെയാണ് എന്ന് നോക്കാം. ആദ്യം മേടക്കൂറ്, അശ്വതി, ഭരണി, കാർത്തികയുടെ ആദ്യത്തെ കാൽഭാഗം. ഇവരെ സംബന്ധിച്ചിടത്തോളം സാമ്പത്തികമായിട്ട് വലിയ ദോഷമോ പ്രശ്നങ്ങളോ ഒന്നും കാണുന്നില്ല. പ്രത്യേകിച്ചും ഇവരുടെ നടത്തിക്കൊണ്ടിരുന്ന പ്രവർത്തനങ്ങളോ ബിസിനസ്സോ ആ മേഖലയിലൊന്നും വലിയ ദോഷമോ പ്രശ്നങ്ങളോ ഉണ്ടാകുന്നതായിട്ട് കാണുന്നില്ല. ഇവർ പ്രധാനമായും ശ്രദ്ധിക്കേണ്ടത് പുതിയ ചില സംരംഭങ്ങൾ ആരംഭിക്കുന്നവർക്ക് ചില ഔദ്യോഗികമായ തടസ്സങ്ങളോ അല്ലെങ്കിൽ സാങ്കേതികമായ ചില തടസ്സങ്ങളോ ഉണ്ടാകാം. പക്ഷേ ആഴ്ചയുടെ ആദ്യ പകുതിക്ക് ശേഷം അതെല്ലാം വളരെ മാറ്റം വരുന്നതായിട്ടാണ് കാണുന്നത്. ആഴ്ചയുടെ രണ്ടാമത്തെ പകുതിയാണ് ഇവർക്ക് കൂടുതൽ ഗുണകരം. പ്രവർത്തനങ്ങളിൽ ഏതെങ്കിലും തരത്തിലുള്ള തടസ്സമോ മുടക്കമോ ഉണ്ടായിരുന്നെങ്കിൽ അതിന് മാറ്റം വരും. എവിടെ നിന്നെങ്കിലും പുതിയ സംരംഭത്തിനോ അല്ലെങ്കിൽ തങ്ങളുടെ പ്രവർത്തനങ്ങൾക്കോ, അതുമല്ലെങ്കിൽ ഒരു സംരംഭവും ഇല്ലാതെ സാധാരണ ജോലി ചെയ്തു പോകുന്ന വ്യക്തികൾ, ഈ മേടക്കൂറിൽപ്പെട്ട നക്ഷത്രക്കാർക്ക് അവർക്ക് എന്തെങ്കിലും വീട്ടിൽ പുരോഗതി സ്ഥാപിക്കുവാനോ അല്ലെങ്കിൽ വീടിൻ്റെ നിർമ്മാണം മോടി പിടിപ്പിക്കുവാനോ വേറെ എന്തെങ്കിലും തരത്തിലുള്ള നിർമ്മാണ പ്രക്രിയയ്ക്കോ പുതിയ വാഹനം വാങ്ങുന്നതിനോ ഫർണിച്ചർ വാങ്ങുന്നതിനോ ഒക്കെ ആരോടെങ്കിലും കടം വായ്പയായി ചോദിച്ചിട്ടുണ്ടെങ്കിലോ അല്ലെങ്കിൽ അല്ലാതെ കിട്ടാനുള്ള പണമോ അത് ആഴ്ചയുടെ രണ്ടാം പകുതിയിലാണ് ഇവർക്ക് കിട്ടുന്നത് അല്ലെങ്കിൽ കിട്ടുന്നതുമായി ബന്ധപ്പെട്ടുള്ള വാർത്തകൾ, അനുകൂലമായ വാർത്തകൾ കേൾക്കുന്നത്. ഏതായാലും ആഴ്ചയുടെ രണ്ടാം പകുതി കൂടുതൽ ഗുണകരമാണ്. ആദ്യ പകുതിയിൽ വലിയ സാമ്പത്തിക ദോഷങ്ങളൊന്നും കാണുന്നില്ല. പിതാവിന് ശാരീരികമായ അവശത ചെറിയ തോതിൽ ഉണ്ടെങ്കിലും അതൊക്കെ പരിഹരിക്കപ്പെടും. പക്ഷേ സന്താനങ്ങളുടെ കാര്യത്തിൽ ആഴ്ചയുടെ തുടക്ക ദിവസം അല്പം മാനസിക വിഷമമോ ശാരീരിക വിഷമമോ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. പ്രത്യേകിച്ച് അവർക്ക് കണ്ണുമായി ബന്ധപ്പെട്ടോ അല്ലെങ്കിൽ ഹൃദയവും ഞരമ്പ് ഇതുമായി ബന്ധപ്പെട്ടോ ഒക്കെ എന്തെങ്കിലും ചെറിയ അസ്കിതകൾ ഉണ്ടാകാനുള്ള സാധ്യത കാണുന്നുണ്ട്. ആഴ്ചയുടെ രണ്ടാം പകുതി വളരെ ഗുണകരമാണ്. അവസാനത്തെ ദിവസം സാമ്പത്തികമായ അധിക ചെലവോ അപ്രതീക്ഷിതമായി ഇവർക്ക് സാമ്പത്തിക നേട്ടമുണ്ടാകുമെങ്കിലും അധിക ചെലവിൻ്റെ ദിവസമാണ് ആഴ്ചയുടെ അവസാനത്തെ ദിവസം. നട്ടെല്ല് സംബന്ധമായ അസുഖമോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിലുള്ള അസ്ഥി സംബന്ധമായ അസുഖമോ ഈ ആഴ്ചയിൽ അവസാന ദിവസം ഉണ്ടാകാനുള്ള സാധ്യത മേടക്കൂറിൽപ്പെട്ട നക്ഷത്രക്കാർക്ക് കാണുന്നുണ്ട്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഇവരെ സംബന്ധിച്ചിടത്തോളം മേടക്കൂറിൽപ്പെട്ടവർക്ക് അവരുടെ ജീവിത പങ്കാളിയുമായി ബന്ധപ്പെട്ട് ചിലപ്പോൾ ചില ശാരീരികമായ അവശതയോ ചിലപ്പോൾ അതൊരു അപകട സാധ്യതയ്ക്കോ അതുമല്ലെങ്കിൽ വലിയൊരു കലഹത്തിനോ പ്രശ്നത്തിനോ ഒക്കെ വഴിയുണ്ടാക്കാം. ഇപ്പോൾ പ്രശ്നത്തിൽ ഇരിക്കുന്ന ദമ്പതികളാണെങ്കിൽ അല്ലെങ്കിൽ സുഹൃത്തുക്കളാണെങ്കിൽ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സംരംഭത്തിൽ ഒരുമിച്ച് നിന്ന് പ്രവർത്തിച്ചിരുന്നവർ അവർക്ക് തമ്മിൽ അഭിപ്രായ വ്യത്യാസമുണ്ടെങ്കിൽ അതൊരു പക്ഷേ വർദ്ധിക്കാം. പരസ്പരം പിരിയാനുള്ള തീരുമാനങ്ങൾ എടുക്കാം. അതുപോലെ ദാമ്പത്യത്തിലും ഇതൊക്കെ സംഭവിക്കാനുള്ള സാധ്യതയുണ്ട്. ചില ശാശ്വതമായ പിണക്കത്തിലേക്കോ അകൽച്ചയിലേക്കോ ഒക്കെ മാറാനുള്ള അവസ്ഥ കാണുന്നു. ഇതൊന്നുമല്ലെങ്കിൽ ജീവിത പങ്കാളിക്ക് ശാരീരികമായ അവശതയോ രോഗമോ ഉണ്ടാകാം. പ്രത്യേകമായി ശ്രദ്ധിച്ചുകൊള്ളണം. സാമ്പത്തികമായ നേട്ടം, പ്രവർത്തനങ്ങളിൽ വിജയം, പ്രവർത്തനങ്ങളിലുള്ള തടസ്സങ്ങൾക്ക് ആഴ്ചയുടെ രണ്ടാം പകുതി മാറ്റം, വായ്പയായോ മറ്റു തരത്തിലോ സഹായിക്കുന്ന പണം ഇവരിലേക്ക് എത്തുന്നത് ഒക്കെ ആഴ്ചയുടെ രണ്ടാം പകുതിയാണ്. അവസാന ദിവസം അല്പം ശ്രദ്ധിക്കണം. ഈ മേടക്കൂറിൽപ്പെട്ട നക്ഷത്രക്കാർക്ക് തന്നെ ചില രോഗ അവസ്ഥകൾ വരാനുള്ള സാധ്യത കാണുന്നുണ്ട്. ഇവരെ സംബന്ധിച്ചിടത്തോളം ഈ ആഴ്ചയിലെ നല്ല ദിവസങ്ങൾ എന്ന് പറയുന്നത് 21 രാത്രിക്ക് ശേഷം, അതായത് 21 വൈകുന്നേരത്തിന് ശേഷം 22, 23, 24, 25, 26 ഉച്ചവരെയും താരതമ്യേന ഗുണമുള്ളതാണ്. അടുത്തത് ഇടവക്കൂറാണ്. ഇടവക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങൾ കാർത്തികയുടെ രണ്ടാമത്തെ മുക്കാൽ, രോഹിണി, മകയിരത്തിൻ്റെ ആദ്യത്തെ അര. ഇവരെ സംബന്ധിച്ചിടത്തോളവും സാമ്പത്തികമായി ഒട്ടും തന്നെ ദോഷമില്ല. പ്രത്യേകിച്ചും ആഴ്ചയുടെ അവസാനത്തെ 3-4 ദിവസങ്ങൾ വളരെ ഗുണകരമായിട്ടാണ് കാണുന്നത്. തങ്ങളുടെ പ്രവർത്തനങ്ങളിൽ അവരുടെ മേലധികാരികൾക്കും സഹപ്രവർത്തകർക്കും വളരെ ഇംപ്രഷൻ, വളരെ ഇഷ്ടം ഉണ്ടാകുന്നതായിട്ട് തോന്നുന്നുണ്ട്. വളരെ പ്രീതി സമ്പാദിക്കാൻ സാധിക്കും. കടബാധ്യതയിൽ നിന്ന് ഈ നക്ഷത്രക്കാർക്ക്, ഇടവക്കൂറിൽപ്പെട്ട നക്ഷത്രക്കാർക്ക് മോചനം കാണുന്നുണ്ട്. അതുപോലെ ചില രോഗങ്ങൾ ഇവരുടെ ഏറ്റവും വേണ്ടപ്പെട്ടവർക്ക് ഉണ്ടായിരുന്നതിൽ ആശ്വാസം കണ്ടെത്താൻ സാധിക്കുന്നതായിട്ടും അറിയുന്നു. അതുപോലെ തന്നെ ഈ നക്ഷത്രക്കാർക്ക്, അതായത് ഇടവക്കൂറിൽപ്പെട്ട നക്ഷത്രക്കാർക്ക് ഉണ്ടായിരുന്ന ഏതെങ്കിലും തരത്തിലുള്ള ഉദര സംബന്ധമായോ അതായത് വയറ് സംബന്ധമായിട്ടുള്ള വ്യാധിയോ അല്ലെങ്കിൽ കടക്കണിയെ സംബന്ധിച്ചുള്ള ആശങ്കയോ അതിനൊക്കെ ഒരു മാറ്റം വരുന്നതായിട്ട് കാണുന്നു. പൊതുവെ ഗുണകരം തന്നെയാണ്. ആഴ്ചയുടെ ആദ്യ പകുതിയിൽ മാതാവിന് ചെറിയ ശാരീരികമായ അവശതയോ പ്രശ്നങ്ങളോ വരാം. വാഹനം വളരെ സൂക്ഷിച്ചോടിക്കണം. പ്രത്യേകിച്ചും മാതാവുമൊത്തുള്ള യാത്രയിൽ വളരെ ശ്രദ്ധ വേണമെന്ന് കാണുന്നു. വീട്ടുമൃഗങ്ങൾക്കോ അല്ലെങ്കിൽ പെറ്റ്സിനോ ഒക്കെ അല്ലെങ്കിൽ ഇവർ ഏതെങ്കിലും തരത്തിൽ മിണ്ടാപ്രാണികൾക്കോ മറ്റോ ആഹാരം കൊടുത്തുകൊണ്ടിരിക്കുന്നതോ ഒക്കെയുള്ള വ്യക്തികളാണെങ്കിൽ അവർക്ക് ചിലപ്പോൾ ചില ശാരീരികമായ അവശതയോ മറ്റു ഭീഷണികളോ നേരിടാനുള്ള സാധ്യത കാണുന്നുണ്ട്. ആഴ്ചയുടെ ആദ്യ പകുതിയോട് ചേർന്ന് നിൽക്കുന്ന ദിവസങ്ങൾ, അതായത് ആദ്യത്തെ ദിവസം കഴിഞ്ഞ് തുടർന്നുള്ള ഒരു 2-2.25 ദിവസം അല്പമൊന്ന് ശ്രദ്ധിക്കണം. ഭാഗ്യക്കേടുള്ള ദിവസങ്ങളാണ്.
ധനപരമായ നേട്ടവും തങ്ങളുടെ കഴിവിൽ അങ്ങേയറ്റം ഇവർക്ക് ശോഭിക്കാൻ സാധിക്കുന്നതുമായ ദിവസമാണ് തീർച്ചയായിട്ടും. ചില ഈ ഇടവക്കൂൽപ്പെട്ട നക്ഷത്രക്കാർക്ക് ചില പ്രത്യേക സിദ്ധികളുണ്ട്, ചില പ്രത്യേക കഴിവുകളുള്ള വ്യക്തികളാണെങ്കിൽ അവർക്ക് തീർച്ചയായിട്ടും ആഴ്ചയുടെ ആദ്യത്തെ ദിവസം കഴിഞ്ഞ് ആദ്യ പകുതിയോട് ചേർന്ന് നിൽക്കുന്ന 2 ദിവസങ്ങൾ വളരെ ഗുണകരമായിട്ടാണ് കാണുന്നത്. എന്നാൽ സന്താനങ്ങൾക്ക് ആരോഗ്യ സംബന്ധമായ ദോഷം വരാം. ഈ നക്ഷത്രക്കാർക്ക് ഉദര സംബന്ധമായും അതുപോലെ തന്നെ ഹൃദയത്തിൻ്റെ ഒക്കെ ആ ഭാഗം ഡയഫ്രം ഭാഗത്തൊക്കെ എന്തെങ്കിലും അസ്വസ്ഥതകൾ ഉണ്ടാകാനുള്ള സാധ്യത കാണുന്നുണ്ട്. ആഴ്ചയുടെ അവസാന ദിവസങ്ങൾ മംഗളകരമായ ചില യാത്രകൾ, അതുപോലെ തന്നെ ചില മംഗളകർമ്മങ്ങളിൽ പങ്കുകൊള്ളൽ, അല്ലെങ്കിൽ ഒരുപക്ഷെ വിദേശവുമായി ബന്ധപ്പെട്ടുള്ള യാത്രയുടെ കാര്യങ്ങളിൽ അനുകൂലമായ തീരുമാനമോ മറ്റു ഗുണമോ വരുന്നു. സാമ്പത്തികമായ നേട്ടവും ഉണ്ടാകുന്നു. ഇവരെ സംബന്ധിച്ചിടത്തോളം ഇടവക്കൂൽപ്പെട്ട നക്ഷത്രക്കാർക്കും ജീവിത പങ്കാളിയുമായി ബന്ധപ്പെട്ട് ചില പ്രശ്നങ്ങൾ കാണുന്നുണ്ട്. പക്ഷേ ഇവിടെ കലഹമോ പ്രശ്നങ്ങളോ അല്ല, മറിച്ച് ചില ശാരീരികമായ അവശതകളാണ് കാണുന്നത്. മിക്കവാറും അതൊരു രോഗാവസ്ഥയാണ് കാണുന്നത്. ജീവിത പങ്കാളിയുടെ രോഗം ഓൾറെഡി ഉണ്ടെങ്കിൽ അത് മൂർച്ഛിക്കാം. അതല്ല, ഇപ്പോഴൊന്നും ഇല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള അപകട സാധ്യതകളോ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള രോഗാവസ്ഥകളെക്കുറിച്ച് അറിയാൻ സാധിക്കുന്നതായിട്ട് വരുന്നു. എന്നാൽ ദമ്പതികൾ തമ്മിലുള്ള പിണക്കം അവസാനിക്കുകയും പഴയ കലഹങ്ങളൊക്കെ മാറുകയും ചെയ്ത് വൈകാരികമായ അവരൊരു സന്തോഷത്തിലെത്തുമെങ്കിലും ഈ രോഗാവസ്ഥകൾ ചിലപ്പോൾ മനസ്സിനെ അസ്വസ്ഥമാക്കാം. ഇവരെ സംബന്ധിച്ചിടത്തോളം ഈ ആഴ്ചയിലെ നല്ല ദിവസങ്ങൾ എന്ന് പറയുന്നത് 24, 25, 26, 27 ദിവസങ്ങൾ താരതമ്യേന ഗുണമുള്ളതാണ്. അടുത്തത് മിഥുനക്കൂറാണ്. മിഥുനക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങൾ മകയിരത്തിൻ്റെ 2ാമത്തെ അര, തിരുവാതിര, പുണർദത്തിൻ്റെ ആദ്യത്തെ 1/4 ഭാഗം. ഇവരെ സംബന്ധിച്ചിടത്തോളവും ആഴ്ചയുടെ തുടക്ക ദിവസവും പിന്നീട് ആഴ്ചയുടെ അവസാന 2 ദിവസങ്ങളുമാണ് കൂടുതൽ ഗുണകരം. അതായത് ഏകദേശം പകുതിയോളം ദിവസങ്ങൾ താരതമ്യേന ഇവർക്ക് ഗുണകരമായിട്ട് വരുന്നുണ്ട്. തുടക്ക ദിവസം എന്ന് പറയുന്നത് വളരെ ഊർജ്ജസ്വലമായ ഒരു ദിവസമായിട്ടും ഈ ആഴ്ചയിൽ തുടർന്നു വരുന്ന ദിവസങ്ങളിൽ ചെയ്യേണ്ട കാര്യങ്ങളെക്കുറിച്ച് കൃത്യമായ പ്ലാനിങ്ങും അതുപോലെ മനസ്സിന് സന്തോഷം, ഊർജ്ജം ഇതൊക്കെ ലഭിക്കുന്ന തരത്തിലുള്ള ചില സൗഹൃദ സമ്മേളനങ്ങളും ഉണ്ടാകും ആഴ്ചയുടെ തുടക്ക ദിവസം. ചില പുതിയ പദ്ധതികൾക്ക് ഇവർ ആസൂത്രണം ചെയ്യും. ചില നടന്നുകൊണ്ടിരിക്കുന്ന ചില ആലോചനകൾ മാറ്റി പുതിയ ചില ക്രമീകരണങ്ങൾ കൊണ്ടുവരാൻ ശ്രമിക്കും. അത് ഈ ആഴ്ച ഇവർക്ക് ഗുണകരമായിട്ടാണ് കാണുന്നത്. പ്രത്യേകിച്ച് ആഴ്ചയുടെ 2ാം പകുതിയിലെ അവസാന 2 ദിവസങ്ങൾ കൂടുതൽ ഗുണകരമായിട്ട് കാണുന്നു. ഈ പ്രത്യേകിച്ചിട്ടുള്ള ഈ പുതിയ സംരംഭത്തിന് വേണ്ടി ശ്രമിക്കുന്ന അവരുടെ പുതിയ ആശയങ്ങൾ അത് വളരെ ഗുണകരമായി നല്ല രീതിയിൽ പര്യവസാനിക്കുമെന്നാണ് കാണുന്നത്. അതിന് സാമ്പത്തിക നേട്ടം കാണുന്നു. അത് ആർക്കാണോ അത് അർപ്പിക്കുന്നത്, കൊടുക്കുന്നത്, അവരിൽ നിന്ന് സന്തോഷകരമായ നീക്കങ്ങൾ ഉണ്ടാകുന്നു. തുടർന്നും അത് മുന്നോട്ട് കൊണ്ടുപോകാൻ തക്കവണ്ണമുള്ള അനുമതി ഇവർക്ക് ലഭിക്കുന്നതായിട്ട് കാണുന്നു. എന്നാൽ ഇവർ ശ്രദ്ധിക്കേണ്ട പ്രധാന വിഷയം ഇവരുടെ ശ്വാസകോശ സംബന്ധമായ ഭാഗത്തും അലർജി സംഭവങ്ങളൊക്കെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. കഴിവും അതുപോലെ തന്നെ ഇവരുടെ വ്യക്തിത്വവും അനുസരിച്ച് ഇവർക്ക് സാമ്പത്തിക മേഖലയിലും തൊഴിൽ മേഖലയിലും നന്നായി പിടിച്ചു നിൽക്കാൻ സാധിക്കും. അത് ആഴ്ചയുടെ ആദ്യ പകുതിയിലെ ആദ്യ ദിവസത്തിൽ തൊട്ട് തന്നെ കാണുന്നുണ്ട്. ആഴ്ചയുടെ അവസാന ദിവസങ്ങൾ ഇവർക്ക് തീർത്തും സാമ്പത്തിക നേട്ടം ഉണ്ടാകാവുന്നതാണ്. അതുവരെ ഉണ്ടായിരുന്ന ബാധ്യതയെ പോലും മാറ്റാൻ തക്കവണ്ണമുള്ള ചില സാമ്പത്തിക നേട്ടങ്ങളുണ്ടാവും. അല്ലെങ്കിൽ അതുവരെ ഉണ്ടായിരുന്ന വൈകാരികമായ ചില ഗ്യാപ്പ്, അതായത് ഏറ്റവും ഇഷ്ടപ്പെട്ട വ്യക്തിയുമായിട്ട് അകന്നു നിന്നിരുന്നുവെങ്കിൽ ആ അകൽച്ചയൊക്കെ മാറി കുറച്ചുകൂടി മാനസിക സന്തോഷം ലഭിക്കുന്ന ഒരവസ്ഥയിലേക്ക് കാര്യങ്ങൾ നീങ്ങുന്നതായിട്ട് കാണുന്നു. കാൽമുട്ടുകൾക്കും അതുപോലെ ശ്വാസകോശ സംബന്ധമായ അസുഖങ്ങൾക്കുമൊക്കെ ആക്കം കുറയുന്നു, പ്രത്യേകിച്ചും ആഴ്ചയുടെ അവസാന ദിവസം. എന്നാൽ ആഴ്ചയുടെ ആദ്യ പകുതിക്ക് ശേഷം, ആഴ്ചയുടെ ആദ്യ പകുതിയിലെ ആദ്യ ദിവസങ്ങൾക്ക് ശേഷമുള്ള ഒരു 2-2.25 ദിവസം ശാരീരികമായിട്ട് അവശതയുണ്ടാവാം. അതുപോലെ തന്നെ പിതാവിനോ മാതാവിനോ അവരുമായി വാക്കുതർക്കമോ വസ്തു സംബന്ധമായ കാര്യങ്ങളിൽ എന്തെങ്കിലും വാക്കുതർക്കമോ ഒക്കെ ഉണ്ടാകാം. ഈ നക്ഷത്രക്കാരുടെ മാതാവിന് മനോവിഷമം ഉണ്ടാകുന്ന ദിവസമാണ് ഈ പറയുന്ന ദിവസങ്ങളെന്ന് പറയുന്നു. അതായത് ആഴ്ചയുടെ ആദ്യ പകുതിയിൽ ആദ്യ ദിവസത്തിന് ശേഷമുള്ള 2 ദിവസങ്ങൾ സൂക്ഷിക്കണം. ഇവരെ സംബന്ധിച്ചിടത്തോളം ഈ ആഴ്ചയിലെ നല്ല ദിവസങ്ങൾ എന്ന് പറയുന്നത് 21-ാം തീയതി വൈകുന്നേരം വരെ നല്ലതാണ്. ശേഷം ഇവർക്ക് 26 ഉച്ചയ്ക്ക് ശേഷം 27 ഗുണകരമാണ്. അടുത്തത് കർക്കിടകക്കൂറാണ്. കർക്കിടകക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങൾ പുണർദത്തിൻ്റെ അവസാനത്തെ കാൽഭാഗം പൂയം, ആയില്യം നക്ഷത്രങ്ങളാണ്. ഇവരെ സംബന്ധിച്ചിടത്തോളം ഈ ആഴ്ചയുടെ ആദ്യ ദിവസം കഴിഞ്ഞാൽ പിന്നെ വളരെ നല്ലതായിട്ട് കാണുന്നു. പ്രത്യേകിച്ചും ഇവർക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട മേഖലയിൽ, അവർക്കറിയാവുന്ന മേഖലകളിൽ എഴുത്ത്, സംഗീതം, അതുപോലെ കലയുമായി ബന്ധപ്പെട്ട നർമ്മ സംബന്ധിയായ പ്രമേയങ്ങൾ തയ്യാറാക്കുന്നതിൽ, അതുപോലെ തന്നെ ആർക്കിടെക്ചറിങ്, ശില്പവേല, അതുപോലെ തന്നെ വൈദ്യവുമായി ബന്ധപ്പെട്ടവർ, ഇവർക്കൊക്കെ തന്നെ ഏതെങ്കിലും തരത്തിൽ
ആഘോഷിക്കാനും സന്തോഷിക്കാനും ഇടയുള്ള ദിവസങ്ങളാണ് ആഴ്ചയുടെ ആദ്യ പകുതിയിലെ ആദ്യ ദിവസത്തിന് ശേഷം കാണുന്നത്. പൊതുവെ ഊർജ്ജസ്വലമായ ദിവസങ്ങളാണ് തിങ്കൾ ചൊവ്വ ബുധൻ ദിവസങ്ങൾ ഇവർക്ക് സമ്മാനിക്കുന്നത്. ഏറ്റവും കൂടുതൽ നന്നായി ഇവർക്ക് ഇവരുടെ കർമ്മരംഗത്ത് ശോഭിക്കാൻ സാധിക്കുന്നു. മനസ്സിലുണ്ടായിരുന്ന നൈരാശ്യവും പരാജയബോധവും അത് സമ്മാനിക്കുന്ന ആലസ്യവും ഒക്കെ മാറുന്നു. കുറച്ചുകൂടി ഉന്മേഷത്തോടു കൂടി തങ്ങളുടെ കർമ്മമേഖലയിൽ വ്യാപിക്കുന്നതായിട്ടാണ് കാണുന്നത്. അതുകൊണ്ട് തന്നെ ആഴ്ചയുടെ രണ്ടാം പകുതി ഇവർക്ക് താരതമ്യേന സാമ്പത്തികമായിട്ട് വലിയ ഗുണമില്ല. എന്നാൽ ചിലപ്പോഴെങ്കിലും ആശയപരമായി ചിലരുമായി തർക്കിക്കേണ്ടി വരികയോ മറ്റോ ചെയ്യുന്നതായിട്ട് കാണുന്നു. അത് സ്വാഭാവികമായും കർക്കിടകക്കൂറിൽപ്പെട്ടവർ വളരെ സെൻസിറ്റീവായ ആൾക്കാരായതിനാൽ അതവരെ വൈകാരികമായി ബാധിക്കും എന്ന് ചിന്തിക്കേണ്ടിയിരിക്കുന്നു. കാരണം ആദ്യ പകുതിയിലെ ആദ്യ ദിവസത്തിന് ശേഷമുള്ള 2 ദിവസങ്ങൾ ഗുണകരമാണെങ്കിലും പിന്നീടുള്ള ദിവസം മാനസികമായി ചെറിയ ചില വിഷമങ്ങൾ നേരിടേണ്ടി വരുമെന്ന് കാണിക്കുന്നു. എന്നാൽ സാമ്പത്തികമായി ഒട്ടും ദോഷമല്ല ഈ ആഴ്ച. എത്ര കഷ്ടപ്പെട്ടും ഇവരുടെ കാര്യങ്ങൾ നടക്കും. അവസാന നിമിഷം സാമ്പത്തിക നേട്ടം കാണുന്നു. അതുവരെ പണം വന്നില്ലല്ലോ എന്നുള്ള ആശങ്കയുണ്ടെങ്കിലും അതൊക്കെ മാറുന്നു. അമ്മാവന്മാരുമായോ മാതാവിൻ്റെ വർഗത്തിൽപ്പെട്ടവരുമായോ കലഹമുണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അതുപോലെ മാതാവിനോ മാതാവിൻ്റെ ബന്ധത്തിൽപ്പെട്ടവർക്കോ രോഗാവസ്ഥകളോ അപകട സാധ്യതകളോ കാണുന്നു. അവരുമായി ബന്ധപ്പെട്ട് കലഹമുണ്ടാകുമെങ്കിലും പിന്നീട് അവരിൽ നിന്ന് അവരെ ഓർത്ത് മാനസിക വിഷമം ഉണ്ടാകുന്ന അവസ്ഥയും കർക്കിടകക്കൂറിൽപ്പെട്ട നക്ഷത്രക്കാർക്ക് കാണുന്നുണ്ട്. പൊതുവേ ഒരു സെൻസിറ്റീവ് ഏരിയയാണ്. കാരണം ചന്ദ്രൻ്റെ രാശി ജലരാശി, ഇളകുന്ന മനസ്സാണ്. അതുകൊണ്ട് തന്നെ നിസാര സംഭവങ്ങൾ മതി ഇവർ വളരെ ആശങ്കയോടുകൂടി അതിനെ കാണും. അത്തരം അവസ്ഥകൾ ആഴ്ചയുടെ രണ്ടാം പകുതിയിൽ കാണുന്നുണ്ട്. അതുകൊണ്ട് ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ ഇവരുടെ തുട, കാൽമുട്ട് ഈ ഭാഗങ്ങളിൽ ത്വക്കിന് രോഗം വരാനുള്ള സാധ്യതയുണ്ട്. ഏതെങ്കിലും തരത്തിലുള്ള കളർ ടോൺ വ്യത്യാസമോ അല്ലെങ്കിൽ പെയിനോട് കൂടിയ പുകച്ചിലൊക്കെ ഉണ്ടാകാനുള്ള സാധ്യത കാണുന്നുണ്ട്. ഇവരെ സംബന്ധിച്ചിടത്തോളം ഈ ആഴ്ചയിലെ നല്ല ദിവസങ്ങൾ എന്ന് പറയുന്നത് 21 വൈകുന്നേരത്തിന് ശേഷം 22, 23 ദിവസങ്ങൾ താരതമ്യേന ഗുണമുള്ളതാണ്. അടുത്തത് ചിങ്ങക്കൂറാണ്. ചിങ്ങക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങൾ മകം, പൂരം, ഉത്രത്തിൻ്റെ ആദ്യത്തെ കാൽഭാഗം. ഇവരെ സംബന്ധിച്ചിടത്തോളവും ഈ ആഴ്ചയുടെ ആദ്യ ദിവസവും പിന്നീട് രണ്ടാം പകുതി തുടങ്ങുന്ന 3 ദിവസങ്ങളും വളരെ ഗുണകരമായിട്ട് കാണുന്നു. പ്രത്യേകിച്ചും കർമ്മമേഖലയിലാണ് കൂടുതൽ ഗുണം. ചെയ്യുന്ന പ്രവൃത്തികൾക്കൊക്കെ വിജയമുണ്ടാകുന്നു. വിജയമുണ്ടാകത്തക്കവണ്ണം മനസ്സിന് ഊർജ്ജവും ചുറുചുറുക്കും ഒക്കെ ഉള്ളതിനാൽ ഈ മനസ്സിൻ്റെ ഊർജ്ജസ്വലതയാണ് ഇവരുടെ കർമ്മരംഗത്ത് പിടിച്ചു നിൽക്കാൻ, തിളങ്ങി നിൽക്കാൻ ഇവരെ സഹായിക്കുന്നത്. മനസ്സിൻ്റെ ആലസ്യമൊക്കെ വിട്ടുമാറുന്നു. പ്രവർത്തനങ്ങളിൽ ഉണ്ടായിരുന്ന ആശങ്കകൾ അല്ലെങ്കിൽ കർമ്മമേഖലയിൽ മറ്റുള്ളവരെ കൊണ്ട് ഇവർക്കുണ്ടായിരുന്ന ആശങ്കകളും മനസ്സിൻ്റെ വൈഷമ്യങ്ങളുമൊക്കെ മാറുന്നതായിട്ടാണ് കാണുന്നത്. കണ്ണ്, പല്ല് ഈ ഭാഗങ്ങൾ പ്രത്യേകമായി ശ്രദ്ധിച്ചു കൊള്ളണം. അവിടെ ചെറിയ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത കാണുന്നുണ്ട്. അതുപോലെ തന്നെ ഇവരുടെ ശരീരത്തിൽ അണുബാധയുടെ പ്രശ്നങ്ങൾ കുറേ കാലമായിട്ടത് മറഞ്ഞു കിടക്കുകയോ അല്ലെങ്കിൽ മരുന്നുകൾ സേവിക്കുക വഴി അത് അടങ്ങിക്കിടക്കുകയോ ചെയ്യുന്നതാവാം. അത് ചിലപ്പോൾ ഏതെങ്കിലും വിധത്തിൽ ആഴ്ചയുടെ രണ്ടാം പകുതിയിലെ അവസാന ദിവസങ്ങളിൽ ഉണരാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ രോഗാവസ്ഥകളെ അഭിമുഖീകരിക്കേണ്ടി വന്നേക്കാം. അത്തരം കാര്യങ്ങൾ പ്രത്യേകമായി ശ്രദ്ധിക്കണം. വളരെ പെട്ടെന്നായിരിക്കും ശരീരം ഡൗൺ ആകുന്ന ഒരവസ്ഥ വരുന്നത്. ഇൻഫെക്ഷൻ ഉണ്ടാവുക, പഴുപ്പ് ഉണ്ടാവുക ശരീരത്തിൽ, ഇതൊക്കെ കാണുന്നുണ്ട്. അതുകൊണ്ട് ഏറ്റവും ശുദ്ധമായി തങ്ങളുടെ മുറിവുകളും ബാക്കി കാര്യങ്ങളും ഇവർ പ്രത്യേകമായി ശ്രദ്ധിക്കണമെന്ന് പറയേണ്ടിയിരിക്കുന്നു. പെട്ടെന്ന് ചില യാത്രകൾ ചെയ്യേണ്ടി വരുന്നതായിട്ട് കാണും. തങ്ങളുടെ ഓഫീസിൽ നിന്ന് പുറത്തേക്ക് മാറി ജോലി ചെയ്യേണ്ടതായിട്ട് വരുന്നതായിട്ടൊക്കെ കാണുന്നുണ്ട്. ഏതായാലും സാമ്പത്തികമായി ഈ ആഴ്ചയിൽ വലിയ ദോഷങ്ങളൊന്നും കാണുന്നില്ല. പ്രതീക്ഷിച്ചിരുന്ന പണം ഇവരിലേക്ക് എത്തിച്ചേരും. എപ്പോഴും ആശങ്കകൾ ഇവരെ ബാധിക്കുന്നുണ്ട്. കാരണം ഇവർക്ക് ബേസിക്കലി രാഹു 7-ലും അഷ്ടമത്തിൽ ശനിയും നിൽക്കുന്നത് കൊണ്ട് ആദ്യം ഒരു തടസ്സമോ ആദ്യം ഒരു ആശങ്കയോ വരുത്തിയതിന് ശേഷം മാത്രമേ ഇവർക്ക് ആ പർട്ടിക്കുലർ സംഭവവുമായി ബന്ധപ്പെട്ട് സന്തോഷമോ അല്ലെങ്കിൽ ആഹ്ലാദമോ ഉണ്ടാവുകയുള്ളൂ, അല്ലെങ്കിൽ വിജയമോ ഉണ്ടാവുകയുള്ളൂ. അത് പ്രത്യേകമായി നോട്ട് ചെയ്ത് കൊള്ളണം. ഈ അവസ്ഥയുടെ ഒരു കാര്യമാണത്. എന്തായാലും പൊതുവേ ഈ ആഴ്ചയിൽ ഒരു 55-60% ഗുണവും ബാക്കി ദോഷവും ഇവരെ പിന്തുടരുന്നുണ്ട് എന്നുള്ള കാര്യം മറക്കാതിരിക്കുക. ഇവരെ സംബന്ധിച്ചിടത്തോളം ഈ ആഴ്ചയിലെ നല്ല ദിവസങ്ങൾ 21 വൈകുന്നേരം വരെയും ശേഷം 24, 25, 26 ഉച്ചവരെയും താരതമ്യേന ഗുണമുള്ളതായിട്ടാണ് കാണുന്നത്. അടുത്തത് കന്നിക്കൂറാണ്. കന്നിക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങൾ ഉത്രത്തിൻ്റെ രണ്ടാമത്തെ മുക്കാൽ, അത്തം, ചിത്രയുടെ ആദ്യ അര. ഇവരെ സംബന്ധിച്ചിടത്തോളവും ഈ ആഴ്ചയുടെ ആദ്യ ദിവസം അല്പം ചിലവ് കൂടിയിരിക്കുമെങ്കിലും പിന്നീട് വരുന്ന തിങ്കൾ, ചൊവ്വ, ബുധൻ ദിവസങ്ങൾ താരതമ്യേന ഗുണമുള്ളതായിട്ട് കാണുന്നു. പ്രത്യേകിച്ചും തിങ്കളാഴ്ച രാവിലെ മുതൽ സാമ്പത്തികമായ നേട്ടമാണ് ഏറ്റവും പ്രധാനമായിട്ട് കാണുന്നത്. പിന്നെ ഇവർക്ക് അറിയാവുന്ന മേഖലയിൽ ഇവർ ഏറ്റവും നന്നായി ശോഭിക്കുന്നതായിട്ട് കാണുന്നു. വ്യക്തിത്വം കുറച്ചുകൂടി ചെറുപ്പമായതുപോലെ പെരുമാറ്റവും ആൾരൂപങ്ങളും ഒക്കെ കുറച്ചുകൂടി ആകർഷകത്വവും ചെറുപ്പമായതുപോലെ യൗവനാവസ്ഥ കൈവന്നതുപോലെയും ഒക്കെ തോന്നുന്നു. അതുകൊണ്ട് തന്നെ ആളുകൾക്ക് ഇവരോടുള്ള
ആരാധനയും അതുപോലെ ഇഷ്ടവും വർദ്ധിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. തങ്ങളുടെ പ്രവൃത്തിയിൽ ഏറ്റവും നന്നായി ശോഭിക്കാൻ ഇവർക്ക് സാധിക്കുന്നു ഈ ആഴ്ചയിൽ. പൊതുവേ ഈ ആഴ്ചയുടെ ആദ്യ പകുതിയിൽ വളരെ നന്നായിട്ട് അതിന് സാധിക്കുന്നുണ്ട്. പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ട വിശേഷം ഇവരെ സംബന്ധിച്ചിടത്തോളം ത്വക്ക് സംബന്ധമായിട്ടോ അല്ലെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞു കുറച്ചുകൂടെ യൗവനാവസ്ഥ വരുന്നുണ്ട് എന്ന്, അതുകൊണ്ട് ത്വക്കിനൊക്കെ ഒരു തിളക്കവും മറ്റുള്ളവരുടെ മേൽ തങ്ങളുടെ വ്യക്തിത്വത്തിൻ്റെ പ്രാഭവം കൊണ്ട് അംഗീകരിക്കാൻ സാധിക്കുന്ന ഒരവസ്ഥയും മറ്റുള്ളവരുടെ മേൽ അംഗീകാരം നേടിയെടുക്കാനുള്ള സാധ്യതയും ഒക്കെ കാണുന്നുണ്ട്. സാമ്പത്തികമായി മികച്ച വാരമാണ് ഈ ആഴ്ചയും. അത് പ്രത്യേകിച്ചും ആഴ്ചയുടെ ആദ്യ പകുതിയിലെ അതായത് ആദ്യത്തെ ദിവസം കഴിഞ്ഞ് ഉള്ള ദിവസങ്ങളും ശേഷം രണ്ടാം പകുതിയിലെ അവസാന ദിവസങ്ങളും സാമ്പത്തികമായി വളരെ ഗുണം കാണുന്നു. ചില ചെറിയ യാത്രകൾ ചെയ്യുന്നതായിട്ട് കാണുന്നുണ്ട്. അതിൽ നിന്ന് ഗുണമുണ്ട്. പ്രത്യേകിച്ചും ഇവരുടെ ഭാവി പരിപാടികൾക്ക് വളരെ ഗുണം ചെയ്യുന്ന യാത്രകളാണത്. വിദ്യാഭ്യാസ സംബന്ധമായോ അല്ലെങ്കിൽ ആർക്കിടെക്ചറൽ സംബന്ധമായോ അതായത് സ്കൾപ്ചറിങ് വൈസോ അതുമല്ലെങ്കിൽ ചിത്രമെഴുത്തുകാർക്കോ ഒക്കെ ഗുണമായിട്ട് കാണുന്നു. പൊതുവേ ഇവരുടെ സാമ്പത്തിക നേട്ടങ്ങൾക്ക് ഏറ്റവും ആധാരമായി നിൽക്കുന്നത് ഇവരുടെ കഴിവ് തന്നെയാണ്. അത് ഏതെങ്കിലും കഴിവുള്ള കലാകാരൻ്റെ മാത്രം കാര്യമല്ല, ഏത് വിധേനയും നന്നായി ജോലി ചെയ്യുന്ന വ്യക്തികൾക്കൊക്കെ ഗുണം കിട്ടുന്ന ഒരാഴ്ചയായിട്ട് തന്നെയാണ് കാണുന്നത്. ഇവർ ശ്രദ്ധിക്കേണ്ട പ്രധാന വിഷയം തൊണ്ട, മൂക്ക്, ലങ്സിൻ്റെ ഭാഗങ്ങളിലൊക്കെ അലർജി അസുഖങ്ങൾ വരാനുള്ള സാധ്യതയുണ്ട്. അതുപോലെ ത്വക്കിനും ആഴ്ചയുടെ അവസാന ദിവസങ്ങളിൽ ചില പ്രത്യേക അസുഖങ്ങൾ വരാനുള്ള സാധ്യത കാണുന്നുണ്ട്. ഇവരെ സംബന്ധിച്ചിടത്തോളം ഈ ആഴ്ചയിലെ നല്ല ദിവസങ്ങൾ എന്ന് പറയുന്നത് 21 വൈകുന്നേരത്തിന് ശേഷം, 22, 23 ശേഷം, 26 ഉച്ചയ്ക്ക് ശേഷം, 27 താരതമ്യേന ഗുണമുള്ളതാണ്. അടുത്തത് തുലാക്കൂറാണ്. തുലാക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങൾ ചിത്രയുടെ രണ്ടാമത്തെ അര, ചോതി, വിശാഖത്തിൻ്റെ ആദ്യത്തെ മുക്കാൽ ഭാഗം. ഇവരെ സംബന്ധിച്ചിടത്തോളവും ആഴ്ചയുടെ തുടക്ക ദിവസം തന്നെ സാമ്പത്തികമായ നേട്ടത്തിന് കാരണമായ കാര്യങ്ങൾ ഇവർ ചെയ്യുന്നതായിട്ടും അത്തരം കാര്യങ്ങളിൽ ഇവർക്ക് സംതൃപ്തി ഉണ്ടാകുന്നതായിട്ടും കാണുന്നു. പൊതുവേ ഈശ്വരാനുഗ്രഹത്തിൻ്റെയും കഴിഞ്ഞ കുറേ കാലമായി അനുഭവിച്ചു വന്നിരുന്ന കാര്യങ്ങളിൽ നിന്ന് മാറി നിൽക്കുന്നതിൻ്റെയും ഒക്കെ ഗുണം ഇവരിൽ തെളിഞ്ഞു കാണുന്നുണ്ട്. പുതിയ സംരംഭങ്ങൾ തുടങ്ങുന്നതായിട്ട് കാണുന്നു. അതുപോലെ തന്നെ ഈ പല കാര്യങ്ങളും ചെയ്തു തീർക്കാനുള്ള വ്യഗ്രത കൊണ്ടുണ്ടാകാവുന്ന എടുത്തുചാട്ടമോ പ്രശ്നങ്ങളോ കാരണം ശാരീരികമായ ചില അവശതകൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് ഭാരമുള്ള വസ്തുക്കളോ മൂർച്ചയുള്ള വസ്തുക്കളോ ഇലക്ട്രിസിറ്റി, തീ ഇതുമായി ബന്ധപ്പെട്ടൊക്കെ ഇടപെടുമ്പോൾ വളരെ ശ്രദ്ധിക്കണമെന്ന് പറയുന്നു. അതുപോലെ വാഹനം വളരെ സൂക്ഷിച്ചോടിക്കണം. ഏത് സാഹസിക കർമ്മവും വളരെ ജാഗ്രതയോടുകൂടി ചെയ്യണമെന്ന് ഇവരോട് പ്രത്യേകം പറയുന്നു. സാമ്പത്തിക നേട്ടവും ഈശ്വരാധീനവും എന്തായാലും ഇവരിലുണ്ട്. പ്രത്യേകിച്ചും ആഴ്ചയുടെ ആദ്യ ദിവസം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ സാമ്പത്തിക ഭദ്രതയ്ക്ക് വേണ്ടിയുള്ള ചില ശ്രമങ്ങളിൽ ഇവർക്ക് വിജയമുണ്ടാകുന്നതായി അറിയുന്നു. തുടർന്നുള്ള 2 ദിവസങ്ങൾ അല്പം ചിലവും കുറച്ച് കൂടിയ യാത്രകളുമൊക്കെ നടത്തേണ്ടി വരുമെന്ന് കാണുന്നുണ്ട്. ശ്രമങ്ങളുടെ ഭാഗമായിട്ടാകും, പക്ഷേ പിന്നീട് ഗുണം ചെയ്യുന്ന കാര്യങ്ങളാണ് എന്നാണ് ഈ ആഴ്ചയുടെ തന്നെ രണ്ടാം പകുതി സൂചിപ്പിക്കുന്നത്. ശാരീരികമായ സന്തോഷം, മാനസികമായ സന്തോഷം ഒക്കെ ഉണ്ടാകുന്നു. സാമ്പത്തിക നേട്ടമുണ്ടാകുന്നു. കടബാധ്യതയിൽ നിന്ന് മോചനമുണ്ടാകുന്നു. സന്താനങ്ങളെ ചൊല്ലി ചിലപ്പോൾ ചെറിയ വിഷമങ്ങളോ പ്രശ്നങ്ങളോ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അതുപോലെ തന്നെ ഇവരുടെ ഭാവി കാര്യങ്ങളെക്കുറിച്ചും ഇപ്പോഴും ഇവർക്ക് ആശങ്ക വിട്ടുമാറിയിട്ടില്ല എന്ന് വേണം ചിന്തിക്കാൻ. ഈ ആഴ്ചയിൽ പൊതുവെ ഗുണമാണെങ്കിൽ പോലും ഇവരെ സംബന്ധിച്ചിടത്തോളം ഈ ആഴ്ചയിലെ നല്ല ദിവസങ്ങൾ 21 വൈകുന്നേരം വരെയും ശേഷം 24, 25, 26 ഉച്ച വരെയും താരതമ്യേന ഗുണമുള്ളതാണ്. അടുത്തത് വൃശ്ചികക്കൂറാണ്. വൃശ്ചികക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങൾ വിശാഖത്തിൻ്റെ അവസാനത്തെ കാൽഭാഗം, അനിഴം, തൃക്കേട്ട നക്ഷത്രങ്ങളാണ്. ഇവരെ സംബന്ധിച്ചിടത്തോളം ആദ്യ പകുതി വളരെ ഗുണകരമായിട്ട് കാണുന്നു. അവസാനത്തെ 1.5 ദിവസവും വളരെ ഗുണകരമാണ്. ആദ്യ പകുതിയിൽ ഇവർക്ക് ഏറ്റവും പ്രധാനം ഇവരുടെ കർമ്മരംഗത്ത് ശോഭിക്കാൻ സാധിക്കുന്നതായിട്ടാണ് കാണുന്നത്. ചെലവൽപ്പം കൂടിയിരിക്കുമെങ്കിലും അധ്വാനമൽപ്പം കൂടിയിരിക്കുമെങ്കിലും അല്ലെങ്കിൽ അധ്വാനത്തിന് തക്കവണ്ണമുള്ള പ്രതിഫലം കിട്ടിയില്ലെങ്കിലും കഴിഞ്ഞ കുറേ കാലമായി ഉണ്ടായിരുന്ന ചില ആശങ്കകൾ, സാമ്പത്തികമായ ആശങ്കകൾ, ജോലിയില്ലായ്മയുടെ പ്രശ്നങ്ങൾ, അതിനൊക്കെ ഒരു മാറ്റം കാണുന്നുണ്ട്. ചില ജോലികൾ കിട്ടുന്നു. തൽക്കാലം അതിന് വലിയ തൃപ്തിയൊന്നുമില്ലെങ്കിലും ആശ്വസിക്കാൻ വകയുള്ള ഒരവസ്ഥ കാണുന്നുണ്ട്. അതുപോലെ തന്നെ പ്രവർത്തന രംഗത്ത് കുറച്ചുകൂടി ഏത് ചെറിയ ജോലിയായാലും ഏറ്റവും നന്നായി ഇവർക്ക് അവരുടെ മികവ് പ്രകടിപ്പിക്കാൻ സാധിക്കുന്നതിനാൽ തന്നെ ഇവരുടെ സഹപ്രവർത്തകരുടെയും മേലധികാരികളുടെയും പ്രീതി സമ്പാദിക്കുവാനും സാധിക്കുന്നു. അതുകൊണ്ട് തന്നെ അത് പിന്നീട് വരുന്ന സാമ്പത്തിക നേട്ടത്തിന് കാരണമാകുന്നതായി കാണുന്നു. പ്രത്യേകിച്ചും കഴിവുള്ളവരുടെ ഏതെങ്കിലും തരത്തിൽ ടെക്നിക്കലിയോ അല്ലെങ്കിൽ കലാപരമായോ ഒക്കെ കഴിവുള്ളവരുടെ കാര്യങ്ങൾ കൃത്യമായി വിജയത്തിലെത്തുന്നതായിട്ട് കാണുന്നുണ്ട് ആഴ്ചയുടെ ആദ്യ പകുതിയിൽ. പിന്നെ ആഴ്ചയുടെ അവസാന ദിവസം ഇവർക്ക് ഏറ്റവും വേണ്ടപ്പെട്ട വ്യക്തികളുമായി
മനസ്സിന് സന്തോഷം ലഭിക്കുന്ന ഇടങ്ങളിലേക്ക് പോകുന്നതായി കാണുന്നു. യാത്ര കൊണ്ട് ഗുണം കാണുന്നുണ്ട്, മനസ്സിന് സന്തോഷം ലഭിക്കുന്നു. കഴിഞ്ഞ കുറേ കാലമായി ഉണ്ടായിരുന്ന ഇവരുടെ മനസ്സിൻ്റെ ദൈന്യത ശരീരത്തിൽ പുറത്തു വന്നിരുന്നത് ഏതെങ്കിലും തരത്തിലുള്ള അനാകർഷകത്വത്തിൻ്റെ രൂപത്തിലായിരുന്നിരിക്കാം. അതിനൊരു മാറ്റം വരുന്നു, ശരീരം ആകർഷകത്വത്തിലേക്ക് മാറുന്നു, മനസ്സിന് സന്തോഷം ലഭിക്കുന്നു ആയിട്ട് കാണുന്നു. ഇവരെ സംബന്ധിച്ചിടത്തോളം ഈ ആഴ്ചയിലെ നല്ല ദിവസങ്ങളെന്ന് പറയുന്നത് 21, 22, 23, ശേഷം 26, ഉച്ചയ്ക്ക് ശേഷം 27 താരതമ്യേന ഗുണമുള്ളതാണ്. അടുത്തത് ധനുക്കൂറാണ്. ധനുക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങൾ മൂലം, പൂരാടം, ഉത്രാടത്തിൻ്റെ ആദ്യത്തെ കാൽഭാഗം. ഇവരെ സംബന്ധിച്ചിടത്തോളവും ആദ്യ ദിവസം കഴിഞ്ഞാൽ പൊതുവെ ഈ ആഴ്ച ഗുണകരമാണ്. പ്രത്യേകിച്ചും എന്തൊക്കെ കാര്യത്തിന് വേണ്ടിയാണോ ശ്രമിക്കുന്നത് അതിൽ ഇവർക്ക് ഒരു മിന്നലാട്ടത്തിൻ്റെ സക്സസ് എങ്കിലും ഉണ്ടാകും. പ്രതീക്ഷയുടെ ഒരു മിന്നൽ വെളിച്ചമെങ്കിലും ഇവർക്ക് ലഭിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. അതുകൊണ്ട് തന്നെ തുടർന്നുള്ള ദിവസങ്ങൾ ഇവർക്ക് സന്തോഷകരമായിട്ട് പോകുന്നതായി കാണുന്നു. ആഴ്ചയുടെ അവസാനത്തെ 1.5 ദിവസം ചിലപ്പോൾ പ്രയോജനപ്രദമല്ലാത്ത കാര്യങ്ങൾക്ക് വേണ്ടി പണമോ സമയമോ ചിലവഴിക്കേണ്ടി വന്നേക്കാം. ചിലപ്പോൾ ചില ശത്രുക്കൾ മിത്രങ്ങളായി ഭവിച്ചുകൊണ്ട് ഇവരടുത്തേക്ക് വരാം. പക്ഷേ ആഴ്ചയുടെ അവസാനത്തെ 1.5 ദിവസം അവരുടെ കള്ളി വെളിച്ചത്താകുന്നതായിട്ടും അത്തരക്കാരെ പൂർണ്ണമായി അകറ്റി നിർത്താനുള്ള ഒരു തയ്യാറെടുപ്പ് ഇവർ നടത്തുന്നതായിട്ടും കാണുന്നുണ്ട്. ആഴ്ചയുടെ തുടക്ക ദിവസം ഞാൻ പറഞ്ഞു, പിതാവിന് ശാരീരികമായ അവശതയോ പ്രശ്നങ്ങളോ ഉണ്ടാകാം. ഈ നക്ഷത്രക്കാർക്ക്, അതായത് മൂലം, പൂരാടം, ഉത്രാടത്തിൻ്റെ ആദ്യത്തെ കാൽഭാഗം നക്ഷത്രക്കാർക്ക് അവരുടെ പിതാവ് വസിക്കുന്ന വീടുമായി ബന്ധപ്പെട്ട് ആശങ്കകൾ ഉണ്ടാകുന്ന തരത്തിലുള്ള ചില നീക്കങ്ങൾ അവിടെ ഉണ്ടാകുന്നതായി കാണുന്നു. അതിന് അനുസരിച്ച് ഇവരുടെ മനസ്സിന് വിഷമമുണ്ടാകുകയും അത് കർമ്മപ്രവർത്തനങ്ങളെ ബാധിക്കുകയും ചെയ്യുന്നതായിട്ട് കാണുന്നുണ്ട്. പ്രത്യേകിച്ചും ആഴ്ചയുടെ അവസാന ദിവസങ്ങളാണ് അത് പ്രകടമാകുന്നത്. ഇടയ്ക്കുള്ള, അതായത് ആദ്യ പകുതിക്ക് തൊട്ടടുത്തുള്ള ദിവസങ്ങളും ആദ്യ പകുതിക്ക് ശേഷമുള്ള തൊട്ടടുത്തുള്ള ദിവസങ്ങളും ഏകദേശം 4-4.5 ദിവസങ്ങളോളം വളരെ ഗുണകരമായിട്ട് കാണുന്നു. സാമ്പത്തിക നേട്ടം, പ്രവർത്തനങ്ങളിൽ വിജയം, പുതിയ സംരംഭങ്ങളുമായി ബന്ധപ്പെട്ട് ഗുണം, തൊഴിൽ രംഗത്തും പ്രവർത്തന രംഗത്തും മനസ്സിലുണ്ടായിരുന്ന വൈഷമ്യങ്ങളും വിഘാതങ്ങളുമൊക്കെ മാറി സുഗമമായ ഒരു ഒഴുക്ക് പോലെ കാര്യങ്ങൾ വരുന്നതായിട്ട് അനുഭവപ്പെടുന്നു. പൊതുവേ ഗുണദോഷ സമ്മിശ്രം ആണെങ്കിലും ഏറ്റവും കൂടുതലുള്ളത് ഗുണമാണ് എന്ന് മറക്കാതിരിക്കുക. ഇവരെ സംബന്ധിച്ചിടത്തോളം ഈ ആഴ്ചയിലെ നല്ല ദിവസങ്ങൾ എന്ന് പറയുന്നത് 21 വൈകുന്നേരത്തിന് ശേഷം 22, 23, 24, 25, 26 ഉച്ചവരെയും താരതമ്യേന ഗുണകരമാണ്. അടുത്തത് മകരക്കൂറാണ്. മകരക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങൾ ഉത്രാടത്തിൻ്റെ 2ാമത്തെ മുക്കാൽ, തിരുവോണം, അവിട്ടത്തിൻ്റെ ആദ്യത്തെ അര. ഇവരെ സംബന്ധിച്ചിടത്തോളവും 10ാം ഭാവത്തിൽ സഞ്ചരിക്കുന്ന ചൊവ്വ, അതുപോലെ തന്നെ 9ൽ ബലവാനായി ബുധൻ, ഇത് രണ്ടും ഒരുമിച്ച് ഒരു നല്ല ഭാവങ്ങളിൽ നിൽക്കുന്നത് കൊണ്ട് സ്വാഭാവികമായും ഇവർക്ക് ഇവരുടെ പുതിയ സംരംഭങ്ങൾ, കർമ്മരംഗം അവിടെ വളരെ ഊർജ്ജസ്വലമായി പ്രവർത്തിക്കാൻ സാധിക്കും. കഴിവനുസരിച്ച് ഏറ്റവും നന്നായി ശോഭിക്കാൻ സാധിക്കുന്ന ഒന്നാണ് 9ൽ ബുധൻ ഉച്ചനായിട്ട് നിൽക്കുക എന്ന് പറയുന്നത്. 9ൽ ബുധൻ ഉച്ചനായിട്ട് നിൽക്കുമ്പോൾ കൂടെ സൂര്യനുമുണ്ട്. അത് നിപുണ യോഗമാണ്. അതുകൊണ്ട് തന്നെ നിപുണം അല്ലെങ്കിൽ നൈപുണ്യം എന്ന് പറഞ്ഞാൽ ഒരാൾക്ക് എന്താണോ സിദ്ധിയായിട്ടുള്ളത്, കഴിവായിട്ടുള്ളത്, അത് നന്നായി പുറത്തേക്ക് പ്രകടിപ്പിക്കാൻ സാധിക്കുക എന്നതാണ്. സ്വാഭാവികമായിട്ടും മകരക്കൂറിൽപ്പെട്ട നക്ഷത്രക്കാർക്ക് അവർക്കറിയാവുന്ന മേഖലയിൽ ഏറ്റവും നന്നായി ശോഭിക്കാൻ സാധിക്കുകയും അതിനനുസരിച്ച് അതൊരു പ്രവർത്തന മാർഗമായി, തൊഴിൽ മാർഗമായി, ലാഭം നാളെ കിട്ടുന്ന ഒരു മേഖലയായി മാറ്റാനും സാധിക്കുന്നതിനുള്ള സംരംഭങ്ങൾ തുടങ്ങാൻ സാധിക്കും. കാരണം ചൊവ്വ എപ്പോഴും പ്രവർത്തനത്തിൻ്റെ ആളാണ്. ചൊവ്വ വെറുതെ വാക്ക് പറഞ്ഞിടത്തിരിക്കുന്ന ആളല്ല. അതുകൊണ്ടാണ് ചൊവ്വയെ സൈന്യാധിപനാക്കിയിരിക്കുന്നത്. സൈന്യാധിപൻ വെറുതെ വാക്ക് പറഞ്ഞിരിക്കുകയല്ല, ആയുധം എടുത്ത് പ്രയോഗിക്കുന്നവനാണ്. അതുകൊണ്ടതാണ് പ്രയോഗപരം എന്ന് പറയുന്ന അവസ്ഥയിൽ, പ്രായോഗികം എന്ന അവസ്ഥയിൽ ചൊവ്വയ്ക്ക് പ്രാധാന്യം വർദ്ധിക്കുന്നത്. ആ ചൊവ്വ 10ലാണ് നിൽക്കുന്നത് മകരക്കൂറിന്. അതുകൊണ്ട് കർമ്മമേഖല സജീവമാകും. ഊർജ്ജസ്വലതയോടുകൂടി വ്യക്തിപരമായ നേട്ടങ്ങൾ കൊയ്യാൻ ആഗ്രഹിക്കുന്ന മനസ്സോടുകൂടി അതൊരു ഗ്രൂപ്പിൻ്റെ കൂടി ശക്തിയോടുകൂടിയൊക്കെ ചെയ്യാൻ സാധിക്കുന്ന അവസ്ഥയിലേക്ക് മാറ്റിയെടുക്കാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ സ്വാഭാവികമായും ഈ ആഴ്ച, പ്രത്യേകിച്ച് ആഴ്ചയുടെ 2ാം പകുതി കൂടുതൽ ഗുണകരമായിട്ട് കാണുന്നു. ഇവരെ സംബന്ധിച്ചിടത്തോളം ആദ്യ പകുതിയിൽ, ആദ്യ ദിവസം വളരെ അപ്രതീക്ഷിതമായി കുറച്ച് പണം വരാനുള്ള സാധ്യതയുണ്ട്. അത് പിന്നീടുള്ള കാര്യങ്ങൾക്ക് ചിലവഴിക്കാനോ അല്ലെങ്കിൽ എന്തെങ്കിലും അത്യാവശ്യ കാര്യങ്ങൾക്ക് ചിലവഴിക്കാനോ ഇവർക്ക് സഹായിക്കുമെന്ന കാര്യത്തിൽ സംശയമൊന്നും വേണ്ട. ആഴ്ചയുടെ ആദ്യ പകുതിക്ക് ശേഷമുള്ള ദിവസങ്ങൾ പിതാവിന് മൂല കുടുംബത്തിൽപ്പെട്ട ചിലർക്ക് അത്ര നല്ലതല്ല എന്ന് കാണുന്നു. പിന്നീടുള്ള ദിവസങ്ങൾ 2ാം പകുതി വളരെ ഗുണകരമാണ് ഈ മകരക്കൂറിനെ സംബന്ധിച്ചിടത്തോളം. ഈ ആഴ്ചയിൽ ഇവരെ സംബന്ധിച്ചിടത്തോളം നല്ല ദിവസങ്ങളെന്ന് പറയുന്നത് 24, 25, 26, 27 ദിവസങ്ങൾ താരതമ്യേന ഗുണമുള്ളതാണ്. അടുത്തത് കുംഭക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങൾ അവിട്ടത്തിൻ്റെ 2ാമത്തെ പകുതി, ചതയം, പൂരുരുട്ടാതി, മുക്കാൽ.
ഇവരെ സംബന്ധിച്ചിടത്തോളവും ആഴ്ചയുടെ തുടക്ക ദിവസം മംഗളകരമായ കർമ്മങ്ങളിൽ പങ്കുകൊള്ളണം, അല്ലെങ്കിൽ ജീവിതത്തിൽ ഏറ്റവും വേണ്ടപ്പെട്ട വ്യക്തിയോട് സമാഗമം ചെയ്യണം, അവരെ കാണണം, അവരുമായി ബന്ധപ്പെട്ടുണ്ടാകാവുന്ന സന്തോഷകരമായ നിമിഷങ്ങൾ ഈ ആഴ്ചയിൽ ഉടനീളം അവർക്ക് സന്തോഷം നൽകുന്ന അവസ്ഥയായി കാണുന്നു. ചിലപ്പോൾ വിദേശവുമായി ബന്ധപ്പെട്ടുള്ള യാത്രയോ അല്ലെങ്കിൽ ഉല്ലാസത്തിനു വേണ്ടി ഏതെങ്കിലും സുഖസൗകര്യ കേന്ദ്രങ്ങളിലേക്ക് പോകുന്ന യാത്രയോ തരപ്പെടുന്നതായി കാണുന്നു. അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ ഫൈനൽ തീരുമാനമുണ്ടാകുന്നു, അന്തിമ തീരുമാനമുണ്ടാകുന്നു. അത് ഇവർക്ക് പോസിറ്റീവായിട്ട് ഗുണമായിട്ട് വരുന്നതായിട്ടാണ് കാണുന്നത്. തൊട്ടടുത്ത ദിവസം ഇവർക്ക് വളരെ അപ്രതീക്ഷിതമായി, അതായത് ആഴ്ചയുടെ ആദ്യ ദിവസത്തിന് ശേഷം ആദ്യ പകുതിയിലെ 2 ദിവസങ്ങൾ സാമ്പത്തികമായി ആഴ്ചയുടെ ആദ്യ ദിവസത്തിന് ശേഷം, അതായത് കുംഭക്കൂറിൽപ്പെട്ട നക്ഷത്രക്കാർക്ക് ആഴ്ചയുടെ തുടക്ക ദിവസത്തിന് ശേഷം ആദ്യ പകുതിയിലെ അടുത്തുള്ള ദിവസങ്ങൾ വളരെ ഗുണകരമായിട്ട് കാണുന്നു. മറ്റൊന്നുമല്ല, അപ്രതീക്ഷിതമായിട്ട് ഇവർക്ക് ധനം വരും. ഏറ്റവും അടുത്ത വ്യക്തിയിൽ നിന്ന് ആകാം, അല്ലെങ്കിൽ ശത്രുവിൽ നിന്ന് പോലും ആകാം, അല്ലെങ്കിൽ ഇവരുടെ കാര്യങ്ങളെ അപഹസിച്ചുകൊണ്ടും വിമർശിച്ചുകൊണ്ടും നടന്നിരുന്ന വ്യക്തികൾ പൊടുന്നനവേ മാറി ഇവർക്ക് സഹായം നൽകുന്ന വ്യക്തിയെ ചൂണ്ടിക്കാണിച്ചു തരികയോ അല്ലെങ്കിൽ ഇവർ തന്നെ നേരിട്ട് സഹായിക്കുന്നതായിട്ടോ കാണുന്നുണ്ട്. എന്തായാലും അത് ഗുണകരമാണ്. നട്ടെല്ല് സംബന്ധമായോ വസ്തിപ്രദേശത്തോ, അതായത് ലോവർ അബ്ഡമിൻ ഭാഗത്തോ ഇവർക്ക് രോഗമുണ്ടാകാനുള്ള സാധ്യതകൾ, അവശതകൾ ഉണ്ടാകാനുള്ള സാധ്യതയും പറയുന്നു. അതുകൊണ്ട് അത് ചിലപ്പോൾ പ്രവർത്തനങ്ങളെ, യാത്രയെ ചെറിയ തോതിലെങ്കിലും ഒന്ന് ബാധിച്ചേക്കാം എന്നും പറയുന്നുണ്ട്. അതുകൊണ്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. ഇവരെ സംബന്ധിച്ചിടത്തോളം ആഴ്ചയിലെ തുടക്ക ദിവസവും പിന്നീട് ആഴ്ചയുടെ അവസാന ദിവസങ്ങളുമാണ് ഏറ്റവും ഗുണകരം. സാമ്പത്തിക നേട്ടം, പ്രവർത്തനങ്ങളിൽ വിജയം, യാത്ര കൊണ്ട് ഗുണം, വിദേശയാത്രയുമായി ബന്ധപ്പെട്ടോ അവിടുത്തെ പഠനവുമായി ബന്ധപ്പെട്ടോ അവിടുത്തെ ജോലിയുമായി ബന്ധപ്പെട്ടോ സ്ഥിരതാമസത്തിനുമായി ബന്ധപ്പെട്ടോ ഉള്ള കാര്യങ്ങളിൽ അന്തിമമായ ഗുണമായ തീരുമാനങ്ങൾ ഉണ്ടാവുന്നതുമൊക്കെ ഈ ദിവസങ്ങളിലാകും. ഇവരെ സംബന്ധിച്ചിടത്തോളം ഈ ആഴ്ചയിലെ നല്ല ദിവസങ്ങൾ എന്ന് പറയുന്നത് 21 വൈകുന്നേരം വരെയും ശേഷം 26 ഉച്ചയ്ക്ക് ശേഷം 27 താരതമ്യേന ഗുണമുള്ളതാണ്. അടുത്തത് മീനക്കൂറാണ്. മീനക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങൾ പൂരിരുട്ടാതിയുടെ അവസാനത്തെ കാൽഭാഗം ഉത്രട്ടാതി രേവതി നക്ഷത്രങ്ങളാണ്. ഇവരെ സംബന്ധിച്ചിടത്തോളം ആദ്യ പകുതി വളരെ ഗുണകരമായിട്ട് കാണുന്നു. പ്രത്യേകിച്ചും സാമ്പത്തിക നേട്ടം, പ്രവർത്തനങ്ങളിൽ വിജയം, ശത്രു പോലും മിത്രമായി വരുന്ന അവസ്ഥ, ഇവരുടെ കർമ്മരംഗത്ത് ഏറ്റവും നന്നായി കഴിഞ്ഞ ബാധ്യതകളൊക്കെ മാറ്റിക്കൊണ്ട് മുന്നേറാൻ സാധിക്കുന്ന തരത്തിൽ സാമ്പത്തിക ബലവും മനോബലവും വർദ്ധിക്കുക, കഴിവിൻ്റെ അവസ്ഥ കുറച്ചുകൂടി ഉയരുക എല്ലാം കാണുന്നുണ്ട്. ശത്രു മിത്രമായി വരുന്ന അവസ്ഥ കാണുന്നു. സാമ്പത്തികമായ അവസ്ഥ ഞാൻ പറഞ്ഞു ഇവർക്ക് വളരെ ഗുണകരമാണ്. എന്നാൽ ഇവർ ശ്രദ്ധിക്കേണ്ടത് മീനക്കൂറിൽപ്പെട്ട പുരുഷ നക്ഷത്രക്കാർക്ക് അവരുടെ തന്നെ ശാരീരികമായ ചില ദുരവസ്ഥകൾ, അതായത് ആരോഗ്യ പ്രശ്നങ്ങളോ അപകടങ്ങളോ ഉണ്ടാകാം. ഭാരമുള്ള വസ്തുക്കളും മൂർച്ചയുള്ള വസ്തുക്കളും അതുപോലെ ഇലക്ട്രിസിറ്റി, തീ മുതലായ കാര്യങ്ങളുമായി ഇടപെടുമ്പോൾ ഇവർ വളരെ ശ്രദ്ധിക്കണം. ശരീരത്തിൽ മുറിവോ അപകട സാധ്യതകളോ ഉണ്ടാകാം. അതുപോലെ മീനക്കൂറിൽപ്പെട്ട സ്ത്രീ നക്ഷത്രക്കാർക്ക് അവരുടെ ദാമ്പത്യത്തിൽ ചില പ്രശ്നങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. സ്വതവേ ഉണ്ടായിരുന്ന വഴക്ക് മൂർച്ഛിക്കാം. അഭിപ്രായ വ്യത്യാസങ്ങളും അതുപോലെ തന്നെ ഭിന്നകരമായ ജീവിതാവസ്ഥകളും ഒക്കെ തന്നെ കൂടുതൽ അകൽച്ചയിലേക്ക് പോകുന്നതായിട്ട് കാണുന്നുണ്ട്. അതുകൊണ്ട് അങ്ങേയറ്റം കരുതലോടുകൂടി ഓരോ കരുക്കളും നീക്കുക എന്നതാണ്, സുതാര്യമായ ബന്ധം നിലനിർത്തുക എന്നതാണ് ഇവരോട് മുന്നറിയിപ്പായി പറയേണ്ടി വരുന്നത്. ചിലപ്പോഴെങ്കിലും ഇവരുടെ പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ട് കയ്യാങ്കളിയോ വഴക്കോ കേസോ ഒക്കെ ആകാനുള്ള സാധ്യത കാണുന്നുണ്ട്. പ്രത്യേകിച്ചും ദാമ്പത്യത്തിൽ മാത്രമായിട്ട് അതിനെ ചുരുക്കണ്ട, ഒരുമിച്ച് ചെയ്യുന്ന പ്രവർത്തനങ്ങളിൽ ഈ പറയുന്ന അവസ്ഥ വരാം. അതല്ല, ഒരുമിച്ച് വിവാഹമൊന്നും കഴിക്കാതെ ഒരുമിച്ച് ജീവിക്കുന്നവർക്കിടയിലും ഈ നക്ഷത്രക്കാരാണെങ്കിൽ പ്രശ്നം വരാനുള്ള സാധ്യത കാണുന്നുണ്ട്. എന്നാൽ സാമ്പത്തികമായ നേട്ടവും പ്രവർത്തനങ്ങളിലുള്ള വിജയവും ഇവർക്ക് ഒരു തരത്തിലും ദോഷം വരുത്തില്ല എന്ന് തന്നെ പറയണം. ആഴ്ചയുടെ അവസാനത്തെ ദിവസങ്ങൾ ഇവർക്ക് പുതിയ ചില പ്രോജക്റ്റുകൾ വരുന്നതായിട്ട് കാണുന്നുണ്ട്. പ്രത്യേകിച്ചും വിദേശവുമായി ബന്ധപ്പെട്ടോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിലുള്ള ചില വലിയ പ്രോജക്റ്റുകളുമായി ബന്ധപ്പെട്ടോ ഇവർക്ക് അനുമതി ലഭിക്കുന്നതായിട്ട് കാണുന്നു. പിതാവിനത്ര നല്ലതല്ല. ചില യാത്രകൾ ചിലപ്പോൾ തടസ്സപ്പെടുകയും ചെയ്യാം. ഇവരെ സംബന്ധിച്ചിടത്തോളം ഈ ആഴ്ചയിലെ നല്ല ദിവസങ്ങൾ എന്ന് പറയുന്നത് 21, 22, 23 ദിവസങ്ങൾ താരതമ്യേന ഗുണമുള്ളതാണ്. ഓം ശനൈശ്വരായ നമഃ എന്ന് ജപിക്കുക. ശനിദോഷ പരിഹാരങ്ങൾക്ക് ശനിയാഴ്ച ദിവസം വ്രതശുദ്ധിയോടുകൂടി കറുത്ത വസ്ത്രം ധരിക്കുക. കറുത്ത പട്ട് ശനിദേവനോ ശാസ്താവിനോ അയ്യപ്പസ്വാമിക്കോ സമർപ്പിക്കുക. കടുംപായസം കഴിപ്പിക്കുക. നീരാഞ്ജനം കഴിപ്പിക്കുക. അടുത്തത് വേടദോഷത്തിനാണ്. ഓം നമോ നാരായണായ എന്ന അഷ്ടാക്ഷരി മന്ത്രം ജപിക്കുക. അതുപോലെ മഹാവിഷ്ണു സ്വാമിക്ക് പാൽപ്പായസ നൈവേദ്യം, നെയ്വിളക്ക് കത്തിക്കൽ ഇതൊക്കെ ചെയ്യുക. ശനിദോഷത്തിന് ഓം ശനൈശ്വരായ നമഃ എന്ന് ജപിക്കുന്നതും പരമമായ കർമ്മമാണ്, ഉത്തമമായ കർമ്മമാണ്. അടുത്തത് നാഗദോഷത്തിനാണ്. ശ്രീ ഓം നാഗായ നമഃ എന്ന് ജപിക്കുക. നാഗദൈവങ്ങൾക്ക് 100 പാലും കൊടുക്കുക. ഓം ഗം ഗണപതയെ നമഃ എന്നോ ഓം ശ്രീ മഹാഗണപതയെ നമോ എന്നോ ജപിക്കുക. കേതുദോഷ പരിഹാരത്തിന് കർഗമാല അർപ്പിക്കുക. ഉണ്ണിയപ്പ നിവേദ്യം, ഗണപതിക്ക് വഴിപാടുകൾ നടത്തുക. തേങ്ങ നാളികേരം ഉടയ്ക്കുക ഒക്കെ ചെയ്യുക. എല്ലാവർക്കും നല്ലൊരാഴ്ചയാവട്ടെ എന്ന് ആശംസിക്കുന്നു. നന്ദി, നമസ്കാരം.